ഇത്തിരി മഴയുള്ള സാറാ തോന്നുന്നു. സാറേ സാറേ ഞാനേ അറിയാണ്ട് ഞാൻ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഈ ഇടക്കാല ബാധ്യത സർട്ടിഫിക്കറ്റിന്റെ ഒരു അപേക്ഷ കൊടുത്ത്. വസ്തുവിന്റെ ചങ്ങായിയാണ്. അപ്പൊ 6 മാസം മുമ്പ് ഒരു ബാധ്യത സർട്ടിഫിക്കറ്റ് എടുത്തതിന്റെ കോപ്പിയും അതിൽ വെച്ചിട്ടുണ്ട്. അപ്പോ ആ ഇടക്കാല ബാധ്യത സർട്ടിഫിക്കറ്റ് ഒന്ന് ശരിയാക്കി കാട്ട് സാറേ. സാറേ എന്താ ഇത്ര നേരം പറഞ്ഞിട്ട് ഇപ്പൊ ഉവ്വാത്ത് സാറേ, ഒരു ഇടക്കാല ബാധ്യത സർട്ടിഫിക്കറ്റ് ഒന്ന് ശരിയാക്കി കാട്ട് സാറേ. ഒരെണ്ണം താന്ന് പറഞ്ഞ ഇവിടെ വിൽക്കാൻ എടുത്ത് വെച്ചിട്ടില്ല. അല്ല, എന്നാ ഒരു 5-8 എണ്ണം ഇങ്ങോട്ട് തന്നോളെ. അല്ല, അപേക്ഷ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പുറത്ത് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ജാമ്യ സർട്ടിഫിക്കറ്റ് വേണോ? വേണ്ട. നിങ്ങൾക്ക് വാടക ചീട്ട് വേണോ? സമ്മതപത്രം വേണോ? തിരുത്താധാരം വേണോ? വേണ്ടേ. ഇത് അതിന്റെ സെക്ഷനാ. നിങ്ങൾ ആവശ്യമില്ലാത്ത ചോദിച്ചാൽ ഞാൻ അങ്ങനെ വേണമെന്ന് പറഞ്ഞു. നിങ്ങൾ ഒരു ഇടക്കാല ബാധ്യത സർട്ടിഫിക്കറ്റ് വേണമെന്നൊന്ന് ചോദിക്കുന്നോട്. ഒരു ഇടക്കാല സർട്ടിഫിക്കറ്റ് വേണോ? വേണം സാറേ. വേണോ? അത് അതിന്റെ സെക്ഷനിൽ പോയി ചോദിക്കണം. അല്ലാതെ ഇവിടെ എനിക്ക് അനുവദിച്ചിട്ടുള്ള അതേ എനിക്ക് തരാൻ പറ്റൂ. ഞാൻ ഇപ്പൊ ആരോടത് ചോദിക്കണ്ടത്? എന്നോട് ചോദിക്കാൻ തന്നോട് ആരാ പറഞ്ഞേ? നിങ്ങളുടെ മുഖം കണ്ടപ്പോൾ തരക്കേടില്ലാതെ തോന്നി, അത് കാരണം അങ്ങനെ. അപ്പൊ മോലക്ഷണവും ജ്യോതിഷവും ഒക്കെ അറിയാം അല്ലേ? എടോ തന്നോടല്ലേ പറഞ്ഞത് ആദ്യം പോക്ക് വരവ് ചെയ്തിട്ട് വാ, എന്നിട്ട് ഞാൻ എല്ലാം ശരിയാക്കി തരാം. പോക്ക് വരവ്. പോക്കും വരവ് തന്നെ ഇവിടെ നടക്കണില്ല, കാര്യങ്ങളൊന്നും നടക്കണില്ല. താനെന്തായാലും പറഞ്ഞോ? സാറേ, ഒരു ബാധ്യതയുടെ കാര്യം സംസാരിക്കാൻ വന്നതാണ്. ഇരിക്കൂ. ബാധ്യതയുടെ കാര്യേ. എന്ത് ബാധ്യത? ഇതിനു മുമ്പ് ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ. നമ്മൾ ആദ്യം കാണുമല്ലേ? അല്ല, അതല്ല, ഇടക്കാല ബാധ്യത സർട്ടിഫിക്കറ്റ്. ശരി, അപേക്ഷ തരൂ. അപേക്ഷ ഇങ്ങോട്ട് തരൂ. അല്ല, അത് അവിടെ കൊടുത്ത്. എവിടെ കൊടുത്തു? അപ്പുറത്ത് ഇരിക്കണില്ല അവര്, മറ്റേ മേഡം. ആ മേഡത്തിന്റെ കയ്യിൽ കൊടുത്ത്. പിന്നെ അപേക്ഷ കടലിൽ കൊണ്ടുപോയി തള്ളിയിട്ട് പിന്നെ കരയിൽ വന്നിട്ട് അപേക്ഷ തരുന്നാല്? അല്ല, എല്ലാ പേപ്പറും കൂടിയിട്ട് അവിടെ കൊടുത്ത് അത് അവര് എന്താ സൂന്നൊക്കെ എഴുതിയിട്ട് ആ അൽമാരയിൽ എടുത്ത് വെക്കുകയും ചെയ്ത്. തിരിച്ചു ചോദിച്ചിട്ട് തരണില്ല. അതെങ്ങനെ അപേക്ഷ നിങ്ങൾ തിരിച്ചു ചോദിക്കുമ്പോൾ തരിക? നിങ്ങൾക്ക് സൗകര്യം ഉണ്ടാവുമ്പോൾ നിങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കും. വന്നിട്ട് ചോദിക്കുമ്പോൾ എടുത്തു തരാൻ പറ്റുമോ? എടുത്തു തരാൻ പറ്റില്ല. അതിന് അതിൻ്റെതായിട്ടുള്ള രീതികളുണ്ട്. അത് പ്രകാരമേ കാര്യങ്ങളൊക്കെ നടക്കൂ. അത് നീക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഈ കസേരയിൽ നീങ്ങാതിരിക്കുന്നത്. എന്താ ഇത്? സാർ, ഒരു ഒപ്പ്. എന്തൊപ്പ്? എന്തെങ്കിലും ഒപ്പാ ഇനിയുണ്ടോ? അല്ല സാറേ, ഇതിപ്പോ ഈ ബാധ്യത സർട്ടിഫിക്കറ്റ് കിട്ടിയാലാണ് ഇക്കിപ്പോ ഈ പ്രമാണം ശരിയാക്കാൻ പറ്റുള്ളേ. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ ഒരു അപേക്ഷയോടെ തയ്യാറാക്കണം. എന്നിട്ട് എന്തൊക്കെ പേപ്പറുകൾ അതിന്റെ കൂടെ വെച്ചിട്ടുണ്ടോ അതിന്റെ എല്ലാം കോപ്പി വേണം. എന്നിട്ട് എല്ലാം കൂടെ തുന്നി കെട്ടിയിട്ട് അവിടെ അക്ഷയയിൽ കൊണ്ടേ കൊടുക്കണം. ഓൺലൈൻ വഴി നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പൊ അതിനെ കിട്ടുമോ? കിട്ടേണ്ടതാണ്, കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇനി കിട്ടിയായിരിക്കും, പക്ഷെ ഇന്ന് കിട്ടാൻ ഒരു സാധ്യതയില്ല. സാറേ, മനസ്സിലാവണ ഭാഷയിലൊന്ന് പറയാന്ന്. ഇയാളോട് ഞാൻ ശ്രേഷ്ഠ ഭാഷയിലാണല്ലോ സംസാരിക്കുന്നത് അല്ലേ? എന്നാൽ ഇനി ഭാഷ മാറ്റി പറയാം. ദി പ്രിന്റർ ഹാസ് നോട്ട് ബീൻ വർക്കിംഗ് ഫോർ എ ലോങ് ടൈം. അത് ശരി. ഇവിടുത്തെ പ്രിന്റർ കേടാണ്. അല്ല, അപ്പൊ അത് എന്നാ ശരിയാവുക? ഇവിടെ കമ്പ്യൂട്ടറും പ്രിന്ററും എല്ലാം കൊണ്ടുവച്ചിട്ടുള്ള ചെന്നൈയിലെ ഒരു കമ്പനിയുടെ വിസിറ്റിംഗ് കാർഡാണ്. ഇതില് അവരുടെ നമ്പറുണ്ട്, പോയി വിളിച്ചു ചോദിക്കും. അല്ല, അപ്പൊ എന്റെ ഈ വസ്തു എഴുത്ത്. എടോ, ഇതൊക്കെ ഒന്ന് ശരിയാവട്ടെ. പോയിട്ട് വാ. ഒരു ജോലിയും ചെയ്യാൻ സമ്മതിക്കില്ലെന്ന് തോന്നിയ. അപ്പൊ അത് എപ്പോഴാ ശരിയാവുന്ന വെച്ചാൽ അന്ന് ശരിയാവൂല്ലേ? ആളുകളെ നോക്കി വിടാതെ. കാലമായിട്ട് ഒരു രജിസ്റ്റർ ഓഫീസിൽ എങ്ങനെ വരികയെന്നറിയില്ലേ? കയ്യും വീശി വന്ന കാര്യം നടക്കുമോ? അല്ല, എന്താ ഞാൻ കൈയും വീശിട്ടാ വന്ന് എൻ്റെ ഉണ്ടായിരുന്ന പേപ്പറൊക്കെ അവിടെ അലമാരയിൽ എഴുതി ഒപ്പിട്ട് എഴുതി വെച്ചത് ഞാൻ കൊണ്ടുവന്ന പേപ്പർ തന്നെയല്ലേ? ഓക്കെ, ആ പേപ്പറല്ല, മെയിൻ ആയിട്ടുള്ള പേപ്പർ കൊടുക്കണം. ഒരു 500 കിട്ടുതാ. ഈ പേപ്പർ റെഡിയാവും. എന്നിട്ട് പരിചയമുള്ള ആരായി കൊണ്ട് ആധാരം എഴുതിക്ക് കാശ് തന്നിട്ട് വിടാൻ നോക്ക്. അത് ശരി.